മക്കൾക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും പ്രാപ്തിയും ഉണ്ടായാലും അവരുടെ മുമ്പിൽ മതിപ്പും വിലക്ഷയവും കാണിക്കണ്ട. പാടുള്ളിടത്തോളവും വീട്ടധികാരം അവരെ ഏൽപ്പിക്കണ്ട. നല്ല ഒരു ക്രിസ്ത്യാനി കുടുംബം സ്വർഗരാജ്യത്തിന് സദൃശമാകുന്നു. ഇപ്പോഴുള്ള മാതാപിതാക്കൾ വളരെ പ്രയാസപ്പെട്ട് നടക്കുന്നതായിട്ട് പലരുടെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ അമ്മയാരാണ്, അപ്പനാരാണ് എന്നൊന്നും മക്കൾക്ക് യാതൊരു ചിന്തയില്ല. മക്കൾക്ക് സ്വത്തും കൂടുതൽ പണം സമ്പാദിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്നുള്ളത്. എൻ്റെ സഹോദരങ്ങൾ കുത്തുവാള എടുത്താലും കുഴപ്പമില്ല, എൻ്റെ ജീവിതം, എൻ്റെ പെണ്ണ്, എൻ്റെ മക്കൾ, ഞങ്ങളുടെ സ്വപ്നം, അത് മാത്രം മതി. ഇതേ അനുഭവമാണോ പിന്നെ ചേട്ടായിയുടെ കുടുംബത്തിന് പറയാനുള്ളത്? എൻ്റെ പേര് ജോസ്. ഞാൻ ഇതിൽ നിന്ന് നേരെ എതിർ സംസാരിക്കുന്നവരാണ്. ശരി. എനിക്ക് വീതം വെച്ച് കൊടുക്കേണ്ട വന്നില്ല. ഞാൻ എൻ്റെ ചാച്ചൻ, എനിക്ക് 17 വയസ്സുള്ളപ്പോൾ ചാച്ചൻ മരിച്ചു. ഓക്കെ. പിന്നെ ഞാനായിരുന്നു മൂത്ത ആൾ. അപ്പം ഞാനെല്ലാം എൻ്റെ അനുജന്മാരെ ഞാൻ വേറെ വിടുകയാണ്. ഇതിൽ നിന്ന് നേരെ വ്യത്യസ്തമായ ഒരു അനുഭവക്കാരാണ്. അപ്പോൾ ഇന്ന് വരെ എനിക്ക് വീതം വെച്ച എല്ലാവരും 3 അനിയന്മാരുണ്ട്. 3 പേരും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇനി കൊച്ചുങ്ങള് നിങ്ങളുടെ കമന്റ് എന്താണ്? ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് വേഗം കാര്യങ്ങൾ കിട്ടണമെന്ന് താല്പര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പേരെന്താണോ? എൻ്റെ പേര് അമല. ഞാൻ കുരാശിൻ്റെ. ഈ പറഞ്ഞ കാര്യത്തോടെ എന്താണ് ഇപ്പോഴത്തെ ഒരു യുവാക്കളുടെ ഒരു ചിന്ത എന്തായിരിക്കും? നേരത്തെ സംഗതികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സംഗതികൾ ഓക്കെ ആകും, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, ഏറ്റവും മാതാപിതാക്കളുടെ കൂടെ നിന്ന് കൂടുതൽ സ്നേഹം വാങ്ങുക, അതൊക്കെയല്ലേ ഏറ്റവും നല്ല. കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം മതി എന്നാണ് പറയണത്. അങ്ങനെയൊന്നും കുഴപ്പമില്ല, കല്യാണം കഴിക്കണമെന്നില്ല. പക്ഷെ ഇവൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. സ്വത്ത് വിഭജനത്തെ പറ്റിയുള്ള യുവജനങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും മോൾക്ക് പറയുന്നത്? എൻ്റെ പേര് ആൽഫി, വീട്ടുപേരടത്തിൽ. എനിക്ക് തോന്നുന്നത് പറ്റുന്നത്രയും കാലം മാതാപിതാക്കളുടെ കൂട്ടത്തിൽ താമസിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറ്റുമ്പം അവർ തീരുമാനിക്കുമ്പം വേറെ പോകാന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എൻ്റെ. ഈ കൂരാച്ചുണ്ട് പോലുള്ള ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നതിൻ്റെ ഒരു കമൻ്റ് ആണോ, അതോ സാധാരണ ഇപ്പോൾ നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? എന്ത് തോന്നുന്നു? സാധാരണ തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നേ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. എന്ത് പറയുന്നു ചെറുപ്പക്കാരനായ ഒരു പിതാവ്, ഒരു കുടുംബനാഥനുണ്ടല്ലോ? എൻ്റെ പേര് ജെയ്സൺ. ഞാൻ കൂരാച്ചുണ്ടിൽ നിന്നായിരുന്നു. സ്വത്തിൽ ഭാഗം വെക്കുന്ന കാര്യത്തിലാണെങ്കിൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സ്വത്ത് ഭാഗം ചെയ്തിട്ടില്ല. ഞാനും ചേട്ടനും മാത്രമാണുള്ളത്. ഞങ്ങളിപ്പോഴും ഒരു പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു, കാരണവന്മാരുമായിട്ട് നല്ല രീതിയിൽ പോകുന്നു. അല്ല, ഇപ്പം ഞാൻ പറയും, ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം അനുഭവമാണ് ആദ്യം പറയുന്നത്. നല്ലത് തന്നെ. നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തെയും കൂടെ ഒന്ന് വിലയിരുത്താനും കൂടെ ഒന്ന് ശ്രമിക്കണം. ഇപ്പോൾ സാഹചര്യം അനുസരിച്ച് സ്വത്ത് നേരത്തെ ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഒരു 50% കണ്ടുവരുന്നത് കാരണന്മാരെ നോക്കുന്നില്ലാത്തൊരു അവസ്ഥയിലാണ് വരുന്നത്. അതാണ് ഇപ്പോൾ ആ ഒരു കമൻറ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ചേട്ടന് പറയാനുള്ളത് അതിനെപ്പറ്റി? നേരത്തെ സ്വത്ത് വീതം വെച്ച് കൊടുക്കുന്ന കാരണവന്മാരുടെ അനുഭവം അവസാനം ഈ പറയുന്ന പോലെ വീടിന് മുമ്പിലെ ശൂന്യമായ നടക്കല്ലുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതിൻ്റെ ഒരു ധ്വനി. എന്താണ് ചേട്ടൻ പറയുന്നത്? എൻ്റെ പേര് ജോസ്, വീട്ടുപേര് തൊട്ടുപുറത്ത് ചെക്കിട്ടുവര ഇടവക്കാരനാണ്. എനിക്കും ഒരു 10, 25, 30 വർഷം മുമ്പേ എൻ്റെ അച്ഛൻ ഞങ്ങൾ കുടുംബസ്വത്ത് എല്ലാവർക്കും, ചെറിയ പിള്ളേർക്ക് എല്ലാവർക്കും ഒരേപോലെ തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. അതുകൊണ്ട് സ്വത്തിൻ്റെ പ്രശ്നത്തിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ചാച്ചനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് ചാച്ചനങ്ങനെ ചാച്ചൻ്റെ പേരിൽ സ്വത്ത് വെക്കണ്ടെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മക്കൾ വെക്കുകയാണേ അത് മതിയെന്ന് തോന്നുന്നു. അമ്മയോട് ചോദിച്ചാൽ അമ്മയുടെ പേര് വെക്കണമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു എനിക്ക് എൻ്റെ പേരിൽ ഒരു സ്വത്തും വേണ്ട, അമ്മ മക്കൾ എന്നെ നോക്കും എന്നുള്ള വിശ്വാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വത്ത് വേണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എല്ലാ അമ്മമാരും വിചാരിക്കുന്നത്. അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായുള്ള ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ സ്വത്ത് ഇപ്പോൾ സ്വത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് എല്ലായിടത്തും തന്നെ ഒരു 90% സ്വത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് വീടുകളിൽ. പിന്നെ കഴിവതും പിന്നെ നമ്മൾ വളരെ രഹസ്യമായിട്ടും ഒക്കെ ഇത് മൂടി വെച്ചിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് മിക്കവാറും എല്ലാ വീടുകളിലും സംഭവിക്കുന്ന അസ്വസ്ഥതകൾ ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. ചേച്ചി എന്ത് പറയണത് ശരിയാണോ? ഒന്ന് ചേച്ചി. അമ്മച്ചിക്ക് സ്ഥലമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അമ്മച്ചി 86 വയസ്സ് വരെ ജീവിച്ചു. 2 വർഷം തീരെ അവശതയായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നടന്നുപോയി. പിന്നെ ഇപ്പം എന്താ പറയുക, ആർക്കും മക്കളുടെ പേര് ഫുള്ള് എഴുതി കൊടുക്കരുത്. ഇച്ചിരി ഒരു കൈ പിടുത്തം വേണം, ഇല്ലെങ്കിൽ മക്കൾ നമ്മളെ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ 4 പെൺമക്കളാണ്.
എൻ്റെ ചാച്ചൻ മരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അമ്മച്ചി ഞങ്ങൾക്ക് എൻ്റെ മോളെ കടിച്ചപ്പോൾ എനിക്കൊരു കുറച്ച് പൈസ കൊണ്ട് തന്നു. ഇപ്പോൾ ഈ 74-ാം വയസ്സിൽ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയായി എൻ്റെ അമ്മയ്ക്ക് പാൻക്രിയാസിൽ ക്യാൻസറാണ്. അപ്പോൾ അമ്മ, എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അമ്മേനോട് പറഞ്ഞു, ഞങ്ങളെ അടുത്ത് നിർത്തിക്കൊണ്ട്, നിൻ്റെ കൈ എപ്പോഴും നിൻ്റെ തലക്കിരിക്കണം, ഇല്ലെങ്കിൽ ആരാനടുത്ത് നിന്നെ പെരുമാറുന്നു. നിന്റെ കൈ നിന്റെ തലക്കിരിക്കണം, അല്ലെങ്കിൽ ആരാനടുത്ത് നിന്നെ പെരുമാറുന്നു. അതുകൊണ്ട് അമ്മ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷേങ്കിൽ അമ്മയ്ക്കുള്ള വീതം അമ്മേനെ നോക്കുന്ന, പൈസ ചെലവാക്കി നോക്കുന്ന മക്കളുണ്ടല്ലോ, അവർക്ക് മാത്രമുള്ളതാണെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ടൊക്കെ ഒപ്പിടിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കൈ നിന്റെ തലയ്ക്ക് മുകളിലിരിക്കണം. അല്ല, നിന്റെ കൈ നിന്റെ തലക്കിരിക്കണം എന്ന്. നമ്മുടെ ഈ ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഇന്ന് സ്വത്തിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെന്താണ് അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ഈ ഇന്ത്യ മുഴുവനും ബാധകമായ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1920 പാസ്സാക്കിയെങ്കിലും കേരള സംസ്ഥാനം അന്ന് രൂപീകൃതമായിരുന്നില്ല. അപ്പോൾ കേരളത്തിലിങ്ങനെ തിരുവിതാംകൂർ, തിരുക്കൊച്ചി, ഇങ്ങനെ 2 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ 2 നാട്ടുരാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകമായ പിന്തുടർച്ചാവകാശ നിയമം ഗവൺമെൻറ് പാസ്സാക്കിയിരുന്നു. അതിൽ തിരുവിതാംകൂറിൽ നിയമം അനുശാസിച്ചിരുന്നത്, ഒരു ഭർത്താവ്, കുടുംബനാഥൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് മക്കളും ഭാര്യയും, വിധവയായ അമ്മയും അതുപോലെ തന്നെ മക്കളും പങ്കുവെച്ച് അനുഭവിക്കണം എന്നുള്ളതായിരുന്നു. ആ പങ്കുവയ്പ്പ് എങ്ങനെയാണ്? അത് എത്ര മക്കളുണ്ടോ അത്രയും പേർക്ക് ഉള്ള സ്വത്ത് തുല്യമായിട്ടെന്നുള്ളതാണോ? അതോ അത് തുല്യമല്ലായിരുന്നു. അപ്പോൾ തുല്യമല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് പറഞ്ഞത്, അവർ പങ്കുവെച്ചെടുക്കുക എന്നുള്ളതായിരുന്നു പൊതുവെ പറഞ്ഞിരുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് അതിലൊരു ഓഹരി കൊടുത്തിരുന്നില്ല. സ്ത്രീകൾക്ക് സ്ത്രീധനം ആയിരുന്നു അവരുടെ ഒരു ഓഹരിയായിട്ട് കണക്കാക്കിയിരുന്നത്. അതിൻ്റെ അർത്ഥം അന്ന് ഈ സ്ത്രീധന ഒരു നിയമപരമായ സാധുതയുള്ള ഒന്നായിരുന്നു. 1925 തൊട്ട് അല്ലല്ല 1925 ഈ നമ്മുടെ ട്രാവൻകൂർ തിരുവിതാംകൂർ രാജ്യത്താണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് അവർ വിവാഹം ചെയ്യുമ്പോൾ സ്ത്രീധനമായിട്ട് കൊടുത്തിരുന്നു. അത് അവരുടെ ഓഹരിയായിട്ട് കണക്കാക്കിയിരുന്നു. ഈ കുടുംബസ്വത്തിൻ്റെ ഓഹരിയിൽ അവർക്ക് പ്രത്യേക അവകാശങ്ങളൊന്നും എഴുതി വെച്ചിരുന്നില്ല നിയമത്തിൽ. അതേസമയം തിരുക്കൊച്ചിയിൽ നിയമം വേറെയായിരുന്നു. തിരുക്കൊച്ചിയിൽ ഇങ്ങനെ ഈ ഒരു നിയമം, ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ അമ്മയ്ക്ക് ആണ്, ഭർത്താവിൻ്റെ മരണശേഷം അമ്മയ്ക്ക് 2/3 ഭാഗം അമ്മ അനുഭവിക്കണം എന്നുള്ളതായിരുന്നു. ബാക്കി ഒരു മറ്റേ മക്കൾക്കെല്ലാം കൂടിയാണത്. 2/3 ഭാഗം അമ്മയ്ക്ക്, ബാക്കി മക്കൾക്ക് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഈ 2 നിയമങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ, ഈ 2 നിയമങ്ങളും പരിശോധിക്കുമ്പോൾ മക്കൾക്ക് അവിടെ സ്വത്ത് തുല്യമായി വിധിച്ച് നൽകിയിരുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പെൺമക്കളോട് ഒരു പ്രത്യേക ഒരു ചിറ്റമ്മ നയമോ പക്ഷഭേദമോ അവർക്കൊന്നും കൊടുക്കാതെ ഇങ്ങനെ സ്വത്തെല്ലാം ആമക്കളും അമ്മയും കൂടി അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിലെ 3 സ്ത്രീകൾ പ്രത്യേകിച്ച് മേരി റോയി കേസ് എന്നാണ് അറിയപ്പെടുന്നത്. മേരി റോയി കേസ്. ആ മേരി റോയിയാണ് സുപ്രീം കോടതിയിൽ ഈ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് റദ്ദ് ചെയ്യണമെന്നും എല്ലാവർക്കും തുല്യമായ രീതിയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി എന്ത് ചെയ്തു? സുപ്രീം കോടതി ഈ ഇതിലേക്ക് വാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി ഈ 1925 പാസ്സാക്കിയ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഈ കേരള സംസ്ഥാനത്തിനും ബാധകമാണെന്ന രീതിയിലാണ് കണ്ടത്. അങ്ങനെ കണ്ടിട്ടാണ് പിന്നീട് വാദങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ വാദങ്ങൾ കേൾക്കാൻ തുടങ്ങി സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു. ക്രിസ്ത്യൻ കുടുംബങ്ങളിലും പിതാവ് മരിച്ചു കഴിഞ്ഞാൽ സ്വത്തിന് എല്ലാ മക്കളും, ആൺമക്കളും പെൺമക്കളും ഒരുപോലെ അവകാശികളാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അമ്മയ്ക്കൊരു വിഹിതമുണ്ട്. അതായത് ഈ 1925 ക്രിസ്ത്യൻ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം ഇപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു പിതാവ് മരിച്ചു കഴിഞ്ഞാൽ മക്കളുമില്ല,
പിന്നെ പിന്തുടർച്ച അവകാശങ്ങളും ഇല്ലെന്ന് വിചാരിക്കുക. ആ സ്വത്ത് മുഴുവൻ അമ്മയുടെ സ്വത്തായിട്ട് മാറും. രണ്ടാമത്തേത്, ഇനി പിന്നെ മക്കളില്ല, അനന്തരാവകാശികൾ ഉണ്ട്. ഈ അനന്തരാവകാശികൾ എന്ന് പറയുമ്പോൾ മക്കളില്ലാതെ അനന്തരാവകാശികൾ വെച്ചാൽ അവരുടെ രക്തബന്ധത്തിൽപ്പെട്ട ഈ കുടുംബനാഥൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ പിന്നെ ക്ലെയിം ചെയ്യാനുള്ളവരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ അവരുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് ഈ സ്വത്തിൻ്റെ പകുതി അവരിൽ നിക്ഷിപ്തമായിരിക്കും. പകുതിയാണ് അവർക്ക് പങ്കുവെച്ച് അനന്തരാവകാശികൾക്ക്. ഇനി അനന്തരാവകാശികളില്ല, പക്ഷേ മക്കളുണ്ട്. മക്കളുള്ള അവസ്ഥയിലാണെങ്കിൽ ഈ അമ്മയ്ക്ക് സ്വത്തിൻ്റെ 1/3 മാത്രമേ അർഹതയുള്ളൂ. 1/3 മാത്രം. ബാക്കി 2 ഭാഗം കൊണ്ടാണ് ആമക്കൾക്കും പെമ്മക്കൾക്കും തുല്യമായി അർഹതയുണ്ട് അമ്മയ്ക്ക്. അമ്മയ്ക്ക് കൂടുതലുണ്ട്. 3 അതെ. അപ്പോൾ ബാക്കി 1/2 ഭാഗം ഈ എല്ലാ മക്കൾക്കും, ആമക്കളാകട്ടെ പെമ്മക്കളാകട്ടെ, സ്ത്രീധനം കൊടുത്തു വിട്ടതാകട്ടെ, അവർക്കെല്ലാം തുല്യ അവകാശമുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കാരണം ആ സമയത്ത് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം അതെങ്ങനെയാണ് 1951 മുതൽ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോടെയാണ് സുപ്രീം കോടതി പാസ്സാക്കിയത്. ഇത് മേരി റോയ് കേസ് കൊടുത്തത് 90s 51 മുതൽ, അതായത് 51 ഏപ്രിൽ 1-ാം തീയതി ഈ നിയമം പ്രാബല്യത്തിൽ വന്ന അന്ന് മുതൽ പിന്നെ ഈ നിയമം റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോടെ പ്രാബല്യത്തിൽ സുപ്രീം കോടതി കൊണ്ടുവന്നു. അത് നമ്മുടെ കുടുംബങ്ങളിൽ ബാധിച്ചു. കാരണം ഇപ്പോൾ നമ്മുടെ പെമ്മക്കളെല്ലാം സ്ത്രീധനം കൊടുത്താൽ വിട്ടത്. അവരും അവരുടെ ഭർത്താക്കന്മാർ നീ എന്ന് സ്വത്ത് വാങ്ങിച്ചുകൊണ്ട് സുപ്രീം കോടതി നമുക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കലഹങ്ങളുണ്ടായി. അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും അല്ല, പല കുടുംബം കലഹങ്ങളുണ്ടായി. അത് ഇപ്പോഴും അതിൻ്റെ അനന്തരഫലങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആ നിയമം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അച്ഛൻ ആന്റണി അച്ഛൻ പറഞ്ഞല്ലോ മുമ്പ്, ഈ പെൺമക്കൾക്ക് സ്വത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അമ്മയുടെ സ്വത്തിന് അന്ന് പെൺമക്കൾക്കായിരുന്നല്ലോ അവകാശം ഉണ്ടായിരുന്നത്. അമ്മ മരിക്കാൻ നേരത്ത് അമ്മയുടെ കുണുക്കിനും മാലയ്ക്കും ഒക്കെ ആയിട്ട് പെണ്ണുങ്ങൾ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയും. അതിന് അവകാശം കൊടുക്കുന്നൊരു രീതിയൊക്കെ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. കരച്ചിൽ കഴിയുമ്പോൾ കുണുക്കം കൊണ്ട് പോവുകയും കരച്ചിൽ കഴിയുമ്പോൾ കുണുക്കം കൊണ്ട് പോവുക, അല്ലെങ്കിൽ കമ്മൽ കൊണ്ട് പോകുന്ന പെണ്ണ്, അല്ലെങ്കിൽ ഒരു മകള്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പെൺമക്കൾക്കൊന്നും കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ആ അവസ്ഥ അന്നുണ്ടായിരുന്നത്. ഇന്നതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അന്ന് അതുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് എന്നൊരു സംശയം. അതായത് ഈ നമ്മുടെ തിരുവിതാംകൂർ, തിരുക്കൊച്ചി സംസ്ഥാനങ്ങളിൽ സ്ത്രീധനം പരോക്ഷമായി അംഗീകരിച്ചിരുന്നു എന്നാണ് ആ ആക്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പിന്നീട് 1961 സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാക്കിക്കൊണ്ട് നിയമം രാജ്യത്ത് നിലവിൽ വന്നു. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ സമകാലിക സാഹചര്യത്തിൽ നമ്മൾ സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ പാടില്ല. അത് ശിക്ഷാർഹമായ കുറ്റമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് ഈ സ്ത്രീകൾക്ക്, പെൺമക്കൾക്ക് ഈ സ്വത്തിൽ ഓഹരി ഇല്ലാത്തതുകൊണ്ടാകാം അമ്മയെ ചുറ്റിപ്പറ്റി അമ്മയ്ക്ക് കിട്ടിയ ഓഹരി പെൺമക്കൾ വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമം പല വിധത്തിൽ നടത്തി വന്നിരുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് അമ്മയുടെ സ്വത്ത് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അമ്മയ്ക്കുണ്ടായിരുന്നു. അത് പലപ്പോഴും പിന്നെ അമ്മയെ പ്രായമായ അവസ്ഥയിൽ ആരാണോ ശുശ്രൂഷിക്കുന്നത്, ആരാണ് അമ്മയോടടുത്ത് നിൽക്കുന്നത്, അപ്പോൾ അമ്മയെ കൊണ്ട് ഒരുപക്ഷെ സൂത്രത്തിലോ അല്ലെങ്കിൽ അമ്മ സുബോധത്തോടെയോ ചിലപ്പോൾ കൊടുത്തെന്ന് വരാം. പലപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത്, ഈ നമ്മൾ വിൽപ്പത്രം എഴുതുമ്പോൾ വിൽപ്പത്രം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മൾ മരണശേഷം നമ്മുടെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യമാണ് വിൽപ്പത്രത്തിൽ എഴുതി വെക്കുന്നത്. ഈ വിൽപ്പത്രം എഴുതുമ്പോൾ എപ്പോഴും സുബോധമുള്ള അവസരത്തിലേ എഴുതാവുള്ളൂ. മാത്രമല്ല അത് പ്രായപൂർത്തിയാകാത്ത ആർക്കും എഴുതാൻ പാടില്ല. അതുപോലെ മനോരോഗികളായിട്ടുള്ളവർക്ക് വിൽപ്പത്രം എഴുതാൻ പാടില്ല. പ്രായപൂർത്തി ആയിരിക്കുകയും സുബോധമുണ്ടായിരിക്കുകയുമുള്ള സാഹചര്യത്തിലെ വിൽപ്പത്രം എഴുതാവുള്ളൂ. ഈ ആരാണോ തൻ്റെ സ്വത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് സുബോധമുണ്ടായിരിക്കണം. അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മക്കൾക്ക് സുബോധം നേരത്തെ ഉണ്ടായി അമ്മയെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് തട്ടിയെടുക്കുക എന്നുള്ള രീതി വരുമ്പോഴാണ് കലഹങ്ങൾ കുടുംബത്തിലുണ്ടാകുന്നത്. എൻ്റെ സ്വത്ത് ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കാതെ മകന് മാത്രം കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും, എന്നെ പറഞ്ഞ ശേഷം അവൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ സാധിക്കുമോ? അതായത് പിന്നെ സഹോദരൻ്റെ കൈവശമുള്ള സ്വത്തുണ്ടല്ലോ, അത് കുടുംബപരമായി പിതൃസ്വത്തായി കിട്ടിയതാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല.
സഹോദരൻ സ്വന്തം നിലയിൽ ജോലിയെടുത്ത് സമ്പാദിച്ച സ്വത്താണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. അതായത് ഇപ്പോൾ പിതൃസ്വത്തായിട്ട് നമുക്ക് കിട്ടുമല്ലോ, ആ പിതൃസ്വത്തിലെ ഓഹരിക്കാണ് എല്ലാ മക്കൾക്കും തുല്യ അവകാശമുള്ളത്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഇങ്ങനെ എൻ്റെ മകന് മാത്രം അല്ലെങ്കിൽ മകൾക്ക് മാത്രം കൊടുക്കുന്നത് നിയമപരമായി ശരിയല്ല. ഈ പിതൃസ്വത്ത് എന്ന് പറയുമ്പോഴേ അത് തീരാധാരം എന്ന് പറയുന്നുണ്ടല്ലോ, തീരാധാരം വരികയാണെങ്കിൽ പിതൃസ്വത്തിന് പിന്തുടർച്ച അവകാശം ഉണ്ടാവുക. അല്ല, തീരാധാരം കിട്ടിയതാണെങ്കിൽ ചാച്ചൻ എനിക്ക് തീരാധാരമായിട്ട് തന്നതാണെങ്കിൽ എന്ത് ആധാരപ്രകാരമാണല്ലോ ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ മേരി റോയ് കേസിൽ വിധി അനുസരിച്ച് പിതൃസ്വത്തായിട്ട് അത് ഏത് വിധത്തിലുള്ള ആധാരം വഴി കിട്ടിയതാണേലും അതിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമുണ്ട്. ആരോടും പക്ഷഭേദം കാണിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിലേ എൻ്റെ ഒരു എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വീതം വെപ്പ് നടത്തിയതാണ്. അപ്പനും അമ്മയും കൂടെ ഒരു മകൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 2 ആൺമക്കളാണ്. അതിൽ മറ്റേ മകനെ വേറെ വിട്ടതാണ്. വേറെ വിട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇച്ചിരി മദ്യപാനിയും എല്ലാമായിട്ട് അവനെ നമ്മുടെ കൂടെ പറ്റില്ല എന്നും പറഞ്ഞ് വേറെ വിട്ടതാണ്. ആ ഇരിക്കുന്ന സമയത്താണ് വീതം വെപ്പൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ വീട്ടിൽ അരസ്വതമായി. അത് കഴിഞ്ഞ് ഈ അപ്പനും അമ്മയും കൂടി മറ്റേ മകൻ്റെ വീട്ടിലേക്ക് താമസം തുടങ്ങി. ആ സമയത്ത് അപ്പന് പെട്ടെന്ന് സുഖമില്ലാണ്ടായി. അപ്പം മരിച്ചു. ഇപ്പോൾ അമ്മയുള്ളത് രണ്ടാമത് ഇപ്പോൾ ഉള്ള വീട്ടിലാണ്. പക്ഷേ ഇപ്പോഴും ആ അമ്മയ്ക്ക് 1 സെൻറ്റ് ഭൂമി തരാത്തതിൻ്റെ വിഷമം ആ അമ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ നിയമവസ്ഥയോടുകൂടി എന്തെങ്കിലും നമുക്ക് ആ വീട്ടുകളിൽ അല്ലെങ്കിൽ അച്ഛനും അല്ലെങ്കിൽ ചാവറയച്ഛൻ പറഞ്ഞിരിക്കുന്നത് പോലെ അപ്പന്മാരുടെ സ്വഭാവത്തോടുകൂടി എഴുതി വെക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോഴും അത് നല്ലൊരു വശമായി മാറുന്നില്ലല്ലോ. അതായത് ഈ നമ്മളെ സംബന്ധിച്ച് ഈ നിയമം എപ്പോഴും നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് നിയമത്തിൻ്റെ പരോക്ഷമായിട്ടുള്ള ആ ഒരു സ്പിരിറ്റ്. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നീതി മാത്രം നടപ്പാക്കിയാൽ പോരാ. നീതി എന്ന് പറയുന്നത് അർഹിക്കുന്നതിന് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അർഹിക്കുന്നതിൽ കവിഞ്ഞല്ലോ. അമ്മയ്ക്ക് 1 സെൻറ്റ് ഭൂമി വെക്കാത്തപ്പോൾ അതൊരു നീതിയായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ലല്ലോ. അമ്മയ്ക്ക് 1 സെൻറ്റ് ഭൂമിയോ അല്ലെങ്കിൽ അവകാശം വെക്കാത്ത സ്ഥിതിക്ക് അപ്പം ചെയ്തൊരു നീതിയായ ഉള്ളൊരു വീതം വെപ്പായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റിയല്ലോ. ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ എല്ലാവരെയും പരിഗണിക്കണം. മക്കളെ മാത്രമല്ല, എൻ്റെ ഭാര്യനെയും പരിഗണിക്കണ്ടേ, അവർക്കും ജീവിക്കണ്ടേ. അല്ലെങ്കിൽ മകന് ഏതെങ്കിലും ഒരു മകന് കൂടുതൽ സ്വത്ത് കൊടുത്തു, അപ്പോൾ അവനോട് പറയുകയാണ് അമ്മയുടെ സംരക്ഷണം കൂടി നീ നോക്കണം എന്ന് അപ്പൻ വ്യക്തമായിട്ട് ഈ ഓസ്യത്തിൽ എഴുതി വെക്കണം. അത് എഴുതാതെ അപ്പൻ വെക്കുന്നത് അമ്മയോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. അമ്മയുടെ ജീവിതം പിന്നെ മകൻ പറയുകയാണ് എനിക്ക് അമ്മയെ നോക്കാൻ പറ്റില്ല, അത് എത്രയും മക്കളുണ്ട് അവരെ നോക്കട്ടെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്വത്ത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കലഹം. അതായത് ഈ ഇങ്ങനെ ഇപ്പോഴത്തെ മാതാപിതാക്കൾ ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ ഇവിടെ ചേട്ടൻ പറഞ്ഞ പോലെ ഈ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്, മുഴുവൻ ചേച്ചി പറഞ്ഞ പോലെ മുഴുവനായിട്ട് മക്കൾക്ക് കൊടുക്കില്ല, അവർക്കും കൂടി അതിലുള്ള ഓഹരി മാറ്റി വെച്ചിട്ട് ആണ് ഇപ്പോൾ മാതാപിതാക്കൾ സ്വത്ത് മക്കൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നത്. ചാവറയച്ചൻ എഴുതിയതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കമൻ്റാണത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു പോയിന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു കമൻ്റായിരുന്നു. അതിനെപ്പറ്റി തന്നെ നമുക്ക് ചർച്ച വെച്ചിട്ട് തുടരാനുണ്ട്. അതായത് മാതാപിതാക്കൾ അവരുടെയും കൂടെ ഓഹരി സൂക്ഷിച്ചുകൊണ്ട് വീതം അല്ലെങ്കിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത്ര ചെറുപ്പത്തിൽ അവർ പ്രാപ്തിയുള്ളിടത്തോളം കാലം മാതാപിതാക്കൾ ഇത് വീതം വെച്ച് കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർ തന്നെ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ആശയം ഇതിനകത്തുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് ആ ആശയത്തോട് ഇവർ യോജിക്കുന്നുണ്ടോ? ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? അതെ, മറ്റു സ്ത്രീകളോടൊന്ന് ചോദിക്കാം. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് റെജി തോമസ്, കുരാച്ചൻ്റെ ഇടവകയിൽ നിന്ന് വരുന്നു. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ മക്കൾക്ക് തുല്യാവകാശം കൊടുക്കണം. പിന്നെ കാരണവന്മാരുടെ പേരിൽ എൻ്റെ അഭിപ്രായത്തിൽ അവനവരുടെ കുറച്ച് വീതം അപ്പൻ്റെയും അമ്മയുടെയും പേരിൽ വേണമെന്നാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്കെതിരെ നിയമപരമായി നടപടിയെടുത്ത് അവരെ ബാധ്യസ്ഥരാക്കുന്ന ആ ഒരു നിയമമാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നത്. വലുതാകുമ്പോൾ അവർ മാതാപിതാക്കളെ നോക്കുകയില്ല. ഈ സ്വത്തിന് വേണ്ടിയിട്ടല്ല അപ്പനെയും അമ്മേനെയും നോക്കേണ്ടത്, വളർത്തുന്നതും വളരുന്നതും തമ്മിൽ വ്യത്യാസം. മാതാപിതാക്കൾക്കും കൂടി കരുതി വെച്ച് ബാക്കിയുള്ള സ്വത്ത് കൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് ക്രയവിക്രയം ചെയ്യാനുള്ള
അനുമതി കൊടുക്കാവുന്നതാണ്. സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള സമ്പാദ്യം. അത് വീതം വെച്ച് കൊടുക്കാൻ കൃത്യസമയത്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞും അവൻ്റെ അപ്പനെയോ അമ്മയെയോ ഉപേക്ഷിക്കില്ല, തള്ളിക്കളയില്ല എന്നുള്ളത് സത്യമാണ്.